Assalamualaikum. Welcome back to Dailydishes. ഇന്ന് ഞാൻ നല്ലൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അധികം ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു മലബാർ സ്പെഷ്യൽ മടക്ക് പത്തിരി. കുഴക്കേ പരത്തേ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് 3 സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മളൊരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലകളെല്ലാം ഇതിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് വേവിച്ചെടുത്തിട്ട് എല്ലൊക്കെ മാറ്റിയ ശേഷം ചെറുതായിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ ഉതിയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കനും ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനും മസാലയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മടക്ക് പത്തിരിക്ക് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ബാറ്ററിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഇതിലേക്ക് നല്ല പാകമാണ്. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ പരന്ന ഒരു നോൺ സ്റ്റിക്ക് പാനാണ് വേണ്ടത്. അപ്പോൾ പാനിൽ ആദ്യം നമുക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇനി പാന് നന്നായിട്ട് ചൂടായി വന്നാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിനും ഒരു കയ്യിൽ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ മാവൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇതിൻ്റെ പകുതി ഭാഗത്ത് മാത്രം മസാല വെച്ച് കൊടുത്താൽ മതി. നമുക്കൊരു 2-2.5 ടേബിൾ സ്പൂണോളം മസാല ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഈ പാനിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഭാഗത്ത് ഒരു അരക്കൈയിൽ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ആദ്യത്തെ ദോശൻ്റെ അടിയിലേക്കും ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ആദ്യത്തെ പോലെ തന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. മസാല നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുത്ത ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഒരു 5-6 പ്രാവശ്യം മസാല വെച്ച് മടക്കി എടുക്കാം. അപ്പോൾ വീണ്ടും ഓയിൽ പുരട്ടി കൊടുക്കാം. എന്നിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ 5 ലെയർ ചെയ്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു 5-6 ലെയർ വരെ ചെയ്യാം. കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചിടാനൊക്കെ കുറച്ച് പാടാവും. അപ്പോൾ ഒരു 5-6 ലെയർ വരെ നമുക്കിതുപോലെ ചെയ്യാം. ഞാനിതുപോലെ ഒരു 5 ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ തുറന്ന് നോക്കിയിട്ട് മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലെയർ കൂടുന്നതിനനുസരിച്ച് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടാവും.
അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു ചട്ടവും കൂടെ എടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ സൈഡും ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മടക്ക് പത്തിരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അധികം ഓയിലൊന്നും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.